നമസ്കാരം. ലവ് ഓർ ഇൻഫാച്വേഷൻ, പ്രണയം അതോ മോഹം? പലപ്പോഴും ഈ സത്യം തിരിച്ചറിയാത്തതാണ് പലരുടെയും ജീവിതത്തിൽ ഒത്തിരി അപകടങ്ങൾ സംഭവിക്കുന്നത്, ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. പ്രണയം നമുക്ക് എല്ലാവരോടും തോന്നിയ ഒരു സംഭവമാണ്, അല്ലെ എല്ലാവരോടും തോന്നിയ ഒരു വികാരമാണ്. പക്ഷെ നാം അത് തിരിച്ചറിയുന്നില്ല, അത് ശരിക്കും പ്രണയമാണോ മോഹമാണോ എന്ന്. നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ അയാളെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നു, അയാളെ കാണുമ്പോൾ തന്നെ അയാളെ ഇഷ്ടപ്പെടുന്നു, അയാളോട് കൂടുതൽ സംസാരിക്കാതെ അയാളുമായിട്ട് അയാളെ കൂടുതൽ അറിയാതെ ഒക്കെ നമുക്ക് അയാളെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയാണ്. നമ്മൾ വിചാരിക്കും അത് ശരിക്കും ലവ് ആണെന്ന്. പക്ഷെ അത് ലവ് ആണോ? എന്താണ് പ്രണയവും മോഹവും തമ്മിലുള്ള വ്യത്യാസം? പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരാളെ മനസ്സിലാക്കി അയാളുടെ കുറവുകളും കുറ്റങ്ങളും എല്ലാം കണ്ടാലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, നമുക്ക് അയാളെ ശരിക്കും അയാൾ എന്താണ് എന്ന് മനസ്സിലാക്കി, അയാളുടെ എല്ലാ പരിമിതികളും മനസ്സിലാക്കി അയാളെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുന്നതാണ് പ്രണയം. മോഹമോ നമുക്ക് തോന്നിയ ഒരു കൗതുകം, അല്ലെ നമുക്ക് തോന്നിയ ഒരു ഇഷ്ടം. അത് ഒരിക്കലും ശാശ്വതമാകണമെന്നില്ല, അത് വേഗത്തിലാണ് വരുന്നത്, അതുപോലെ തന്നെ വേഗത്തിൽ പോവുകയും ചെയ്യും. കാരണം അത് നിലനിൽക്കുന്നില്ല. അത് ഭയങ്കരമായിട്ട് ഇമോഷണലി ഒരു ഹൈ ആയിരിക്കും. ഏതൊരു കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് തീവ്രതയായിരിക്കാം. എങ്കിൽ പ്രണയത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊരു സ്റ്റെബിലിറ്റിയാണ്, ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. കാരണം നമ്മൾ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയാണ്. ചിലപ്പോൾ അതിനകത്ത് കുറെ കൂടെ വിശ്വാസത്തിനാണ് പ്രാധാന്യം. എല്ലാ പ്രണയങ്ങളുടെയും അടിസ്ഥാനം വിശ്വാസമാണ്. നമ്മൾ എല്ലാ കുറവുകളും കുറ്റങ്ങളും മനസ്സിലാക്കി പൂർണ്ണമായും ഒരാളെ സ്നേഹിക്കുന്നു. അത് നീണ്ടു നിൽക്കും, അത് ശാശ്വതമാണ്. അതേസമയം മോഹം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകും. പക്ഷെ നമ്മുടെ നാട്ടിൽ അല്ലെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈ മോഹത്തെ പ്രണയമായി തെറ്റിദ്ധരിക്കുകയാണ്. ഇവിടെയാണ് ജീവിതം വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്, അല്ലെ ജീവിതം നമുക്കാകെ നഷ്ടപ്പെട്ടു പോകുന്നത്. മോഹം തോന്നുന്നതെല്ലാം പ്രണയമാണെന്ന് കരുതി ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ച ഒത്തിരി ആളുകളുണ്ട്. തീർച്ചയായും നിങ്ങൾക്കങ്ങനെ വരാതിരിക്കട്ടെ. പ്രണയം എന്താണെന്നും മോഹം എന്താണെന്നും തിരിച്ചറിയുക. നല്ല പ്രണയങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. മോഹത്തിൽപ്പെട്ട് അത് പ്രണയമാണെന്ന് കരുതി ജീവിതം ഇല്ലാതാകരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.